വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. 3-ാം അധ്യായം മുതൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കാണുന്നുണ്ട്. 3-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് യേശു പ്രാർത്ഥിച്ച 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 5-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 9-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നു, 18-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. 19-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, പഠിപ്പിക്കുന്നു, എൻ്റെ ആലയം എന്തെന്ന് വിളിക്കപ്പെടണം? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അതെല്ലാം വിട്ടിട്ട് 21-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും അന്ത്യകാലത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 21-ാമത് അധ്യായത്തിൽ പറയുന്നു. 21-ാമത് അധ്യായം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നു അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ലൂക്കോസ് അങ്ങനെ വായിച്ചു വരണം. 1-ാം അധ്യായം മുതൽ ഈ പ്രാർത്ഥനാ അന്തരീക്ഷം, പ്രാർത്ഥിക്കുന്ന യേശുവിനെ, പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അപ്പം ആ സുവിശേഷത്തെ നമ്മൾ കാണുകയാണ്. 21-ാമത് അധ്യായത്തിൽ കാണുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് 3 ട്രാപ്പുകളാണ് മനുഷ്യൻ ഇന്നുണ്ടായേക്കുന്നത്. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ഉറക്കെ പറഞ്ഞേ, മറക്കരുത്. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവനം. ഇത് സാർവത്രികമായ പ്രതിഭാസമാണ്. പണ്ട് നമ്മളെല്ലാവരും പട്ടിണി കൊണ്ട് മരിച്ചെങ്കിൽ ഇന്നത്തെ പട്ടിണി ഇല്ലെന്നല്ല പറയുക, പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയല്ല, എന്താണ്? അതിഭക്ഷണമാണ്, അല്ലേ? അതിഭക്ഷണം കൊണ്ട് മരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും 2 മദ്യപാനത്താലും. മദ്യപാനിക്കുന്നവൻ്റെ ശരാശരി പ്രായം 21, 18, 17, ഇപ്പം എത്തിയിരിക്കുന്നത് 13-ആണ്. 13-കാരൻ മദ്യപിക്കുന്നു. 13 പറയുമ്പോൾ എത്ര വയസ്സായി? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ്റെ കയ്യിൽ ബിയർ കുപ്പി കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി പേടിച്ചോണം. അതിനെ പിന്നെയും പേടിക്കാം. പക്ഷേ അതിലും വലിയൊരു അപകടം ഇന്ന് വന്നിരിക്കുന്നു. എന്താണെന്നറിയാമോ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം. ഞാൻ റാന്നിക്കാരനായതുകൊണ്ട് പറയും, ഇടുക്കിയിലൊക്കെ വിളയുന്ന പല കഞ്ചാവുകളുടെയും വലിയൊരു കുത്തക വ്യാപാരമായിട്ട് റാന്നിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. റാന്നി എന്നല്ല, പല സ്ഥലങ്ങളിൽ. വേറെ പേടിക്കേണ്ട ഒരു കാര്യം, ഇവർ പലരും നോട്ടമിടുന്ന ആരെയാണ്? കൊച്ചു മക്കളെയാണ്. മദ്യപിച്ചതൊക്കെ പെട്ടെന്നറിയായിരുന്നു. ഒന്ന് കുടിച്ചു, അവൻ ഛർദ്ദിച്ച്, അവൻ്റെ ഇടപാട് തെറ്റി, അവനെ അമ്മ എടുത്തിട്ട് അറിഞ്ഞ് ചിലർ അതുകൊണ്ടുകൂടി എന്തു ചെയ്യും? രക്ഷപ്പെടും. പക്ഷേ ഈ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അറിയത്തില്ല, ഒരു കുറേ നാൾ കഴിഞ്ഞേ അറിയത്തുള്ളൂ. പിന്നെ ഇവനിത് അപ്പം ഈ പഞ്ചാബ് സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റിനകത്തോട്ട് അതിൻ്റെ പഫ് കുത്തിക്കളഞ്ഞ് കഞ്ചാവ് കയറ്റി വെച്ചിട്ട് പിള്ളേരെ നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിക്കുന്ന ലാഘവത്തോടെ വലിക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ് ഉണ്ടെങ്കിൽ 2 വട്ടം വലിച്ചാൽ പിന്നെ അവൻ തപ്പിപ്പൊക്കോളും. പൊക്കോളും. പിന്നെ അവൻ കാരിയേഴ്സായിട്ട് മാറും. ഇതൊരു ഭയങ്കര വിഷയമാണ്. ഞാൻ അങ്ങനെയുള്ള പല കുട്ടികളെയും കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഭാഗ്യം. എത്ര വലിയതാണേലും പുറത്തു കൊണ്ടുവരാൻ ഭയങ്കര ട്രാപ്പാണ്. അതൊരു വലിയ വിഷയം. മദ്യപാനം, ലഹരി. പക്ഷേ ആ ലഹരി പോലെ തന്നെ ഇന്ന് മനുഷ്യനെ അഡിക്റ്റ് ആക്കുന്ന മറ്റൊരിതാണ്, ഏറ്റവും വലിയ ലഹരിയാണ് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. മദ്യപൻ്റെ കയ്യിൽ രാവിലെ കുപ്പി കിട്ടിയില്ലെങ്കിൽ അവനെ കിടന്ന് എന്ത് ചെയ്യും? വിറയ്ക്കും. അവൻ വയലൻ്റ് ആവും. ഈ വയലൻ്റ് ആവും. നിങ്ങൾക്ക് നോക്കിയോ, നിങ്ങളുടെ കൊച്ചൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ രാത്രി ഫോൺ എടുത്തൊന്ന് മാറ്റി വെച്ച് രാവിലെ എഴുന്നേറ്റ് അവൻ പൂട്ടി വെക്കാം. ധൈര്യമുണ്ടോ? പ്രത്യേകിച്ച് അച്ചായം വീട്ടിലില്ലെങ്കിൽ അതൊന്ന് പൂട്ടി വെക്കാവും. ഞെക്കിക്കൊന്ന് അവൻ എടുത്തോട്ട് പോകും. എന്താ കാര്യം? ചവിട്ടി പൊട്ടിക്കവൻ. അത്രയും പൈസക്ക് മതി. വരുന്നുണ്ടോ ചോദിക്കും. ഇടയ്ക്ക് രാവിലെ കൊണ്ടുവന്നു. ഞാനിങ്ങനെയുള്ള ഒത്തിരി പേരെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ വിളിച്ച് ഓടി പോവാ. എന്താ കാര്യം എന്നറിയാം? ഈ ചെറുക്കൻ ആരാണ്ട് പെണ്ണിനോട് ചാറ്റ് ചെയ്തപ്പോൾ അമ്മ എടുത്ത് ഒറ്റ ഹീറോ വെച്ച് കൊടുത്തു. ഇവൻ രാവിലെ വീട് തല്ലി പൊട്ടിക്കുകയാണ്. അവസാനം പിടിച്ചു കെട്ടുന്ന ഒരു എങ്ങനെയെല്ലാം ഭ്രാന്താകും അതുപോലെ കളിക്കുന്നു. എന്താ കാര്യം? ലഹരി, അഡിക്ഷൻ. ഭയങ്കര വല്ലാത്തൊരു അഡിക്ഷനിലേക്ക് പോവുകയാണ് മൊബൈൽ. ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പോഴിരിക്കുന്നില്ല. ആർക്കും ആരോട് എന്ത് ചെയ്യണ്ട? മിണ്ടണ്ട. ആരോടെങ്കിലും മിണ്ടോ? എന്നെ ഉണ്ടാ മോനെ വിശേഷം? ഒന്നുമില്ല. പിന്നെ ഇതിനകത്തിരിക്കുക. ഏതാണ്ട് അവൻ ആരോടോ സംസാരിക്കുക. എനിക്ക് ഇടയ്ക്കൊരു രസം, കുഞ്ഞ് കരഞ്ഞോണ്ടെന്ന് പറയാം, ഈ അച്ചായൻ അഡിക്റ്റാ ഫോണിന്. ആ അച്ചായൻ സ്വന്തം മോക്ക് അടുത്ത മുറി ഇരുന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചു. എന്നിട്ട് ആ കൊച്ചോണ്ട് പറഞ്ഞു, എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതിന് പോലും അയാൾ വാ വിളിക്കത്തില്ല. അയാൾ അയക്കുക ആരോട്? ഇതുകൊണ്ട് വലിയ അപകടമുണ്ട്. ആരെയും ഫേസ് ചെയ്യാനൊക്കത്തില്ല. പിള്ളേർ ചെസ്സ് കളിക്കും, പന്ത് കളിക്കും. എവിടാ? പന്ത് കളിക്കുന്നതും ചെസ്സ് കളിക്കുന്നതും എല്ലാം എവിടാ? മൊബൈലിലാണ്. എന്താ അർത്ഥം എന്നറിയാം? 1 കൈ ബലമില്ല, 2 ചെസ്സ് കളിച്ചാൽ തോക്കും. ഇവിടെ കളിച്ചാൽ തോൽവിയില്ലല്ലോ. മനുഷ്യനോട് തോക്കാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് മനുഷ്യനെ ഫേസ് ചെയ്യാത്തൊരു തലത്തിലേക്ക് പോകുന്നു. പിന്നെ കുറേ ഈയിടയ്ക്ക് എനിക്കൊരു വായനയിൽ അറിവ് കിട്ടി, കുറേ നാൾ ഇങ്ങനെ നോക്കിയിരുന്ന ഒരു കുഴപ്പം പറ്റും, ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും.
ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ പിന്നെ പെടലി പൊങ്ങത്തില്ല. അതിപ്പോൾ യൂറോപ്പിലൊക്കെ തുടങ്ങിയെന്ന്. ഈ പെടലി ഒടിയൻ്റെ ഒരു പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ ആ ചിന്തകൻ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ നാളെ അവന് നിരാശ ഉണ്ടായാൽ തൂങ്ങിച്ചാകാൻ പോലും ഇവനെ കൊള്ളത്തില്ല. കാരണം ഈ കഴുത്തൊന്ന് കയറ്റി വെക്കണ്ടേ, എന്നാലേക്ക് ചാകാനൊക്കത്തുള്ളൂ. അതുപോലെ ഗതികളിലേക്ക് പോകും. എന്താ കാര്യം? നിങ്ങളുടെ അതിഭക്ഷണവും മദ്യപാനം. മൂന്നാമത്തെ കാര്യം നാളെക്കുറിച്ചിൻ്റെ. ഇതെല്ലാം വന്നിട്ട് ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരും. ഏത് ദിവസവും. എന്നിട്ട് പറയാണ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. എൻ്റെ പ്രിയരെ, ഒഴിഞ്ഞു പോകണം. ഇതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന. ഈ കൺവെൻഷനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ചുമ്മാ ബഹളമായിട്ട് തോന്നും. ഞാനിന്ന് രാത്രി വലിയ ബഹളമൊന്നും വെക്കാതെ സംസാരിക്കുന്നു. എന്നാൽ ഈ കൺവെൻഷനുകളെ നിങ്ങൾ ബഹളമായിട്ടൊക്കെ കാണുന്നവരെ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഇവിടെ മാത്രമല്ല ഈ ശബ്ദ പരിധിക്കകത്തുള്ള പല കുടുംബങ്ങളിൽ നിന്നും ദുരന്തങ്ങളെ ഒഴിച്ചുവിടാൻ കെൽപ്പുള്ള ദൈവപ്രവൃത്തിയാണ് ഈ പ്രാർത്ഥനയെ വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ട് പോന്നു കഴിഞ്ഞുണ്ടായിട്ടുണ്ട്. അവർ ഈ വചനം, ഇതേ വചനം പ്രസംഗിച്ചിട്ട് പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം ആന മതവിളകി, പക്ഷെ മരണങ്ങൾ മാറിപ്പോയി. സംഘർഷങ്ങളുണ്ടായി, കത്തിക്കുത്ത് മരണങ്ങൾ മാറിപ്പോയി. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ഒന്നാണ് ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ച് ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. ഇതെൻ്റെ ഒരു ഭയങ്കര അനുഭവമാണ്. അതുകൊണ്ട് എന്നോട് കർത്താവ് പറഞ്ഞത് എനിക്ക് പറയാനിരിക്കാനൊക്കെ, ഞാൻ ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥനയും മടുപ്പില്ലാതെ പോരാടണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവികതമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. എൻ്റെ ഒരു വലിയ അനുഭവം, പല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒത്തിരി, ഒരു 100ഓളം അനുഭവങ്ങൾ എനിക്ക് എണ്ണി പറയാം. എന്നാൽ ഏറ്റവും അടുത്തിടെ ഉണ്ടായ കൃത്യം 1.25 വർഷം, ഏതാണ്ട് 1-2 വർഷം ആകുന്നു, അതിനു മുമ്പുണ്ടായൊരു സംഭവം. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വാക്യം വായിക്കണം, നിനക്കുള്ള ദൂതാന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോടുള്ള ദൂത. ഞാൻ പെട്ടെന്ന് ചർച്ച 21 ദിവസത്തെ ഉപവാസം വെച്ചു. 21 ദിവസത്തെ ഉപവാസം. വിഷയം ഇതാണ്. ഈ വിഷയം, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. പ്രാർത്ഥിച്ചു. 18ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞ്, ഞങ്ങളുടെ അവിടെയുള്ള ഒരു LIC കെട്ടിടം, 3 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ കയറി പ്ലംബിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഏണി എടുത്തപ്പോൾ ഏണി പോയിട്ട് ഒരു ലൈനെ ചെന്ന് തട്ടിയിട്ട് അവൻ ചത്ത് താഴെ വീണു. നൊരേമ്പതയം വന്നു. അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർക്ക് ഒരു സംശയം. അയാൾ വീണ്ടും വന്ന് അവന് CPR കൊടുത്തപ്പോൾ അവനൊരു അനക്കം വന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു ഡോക്ടർക്ക് തോന്നണമെങ്കിൽ ഒരു കാര്യമുണ്ട്. വേദവസം പഠിപ്പിക്കുന്നു, എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ദൈവം നിന്നെ സഹായിക്കണമേ. അവർ ഇടറി വീണു, ആരും സഹായിപ്പാൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിലേ കൃത്യസമയത്ത് ഡോക്ടറെ പോലും കിട്ടത്തുള്ളൂ. അല്ല, ഡോക്ടറെ കിട്ടിയത് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെട്ടത്, ദൈവം ഡോക്ടറെ അവിടെ ഇരുത്തിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതല്ല എൻ്റെ പരമാർത്ഥം. അപ്പം നോക്കൂ, ഈ ഡോക്ടർക്ക് ഒരു സ്വല്പം ഡോക്ടർ CPR കൊടുത്തിട്ട് ഇവനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെന്റിലേറ്ററെ മാറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ഇനി കിട്ടിയിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് ആയിപ്പോയി കൊച്ചന്, എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, സാരമില്ല, ശ്രമിക്കുക. പക്ഷെ എൻ്റെ പൊന്നു പ്രിയരെ, നടന്ന സംഭവം എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യം. ഞങ്ങളത് ആഘോഷിച്ച, ദൈവസന്നിധി സ്തുതിയും സ്തോത്രവുമായിട്ട് ആഘോഷിച്ചൊരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെന്റിലേറ്റർ കയറ്റാം. അന്ന് രാത്രി പ്രാർത്ഥിക്കായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ 18 ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഒഴിഞ്ഞു പോകാൻ. എന്നിട്ട് ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതം ചെയ്തു. ദൈവം ഒരു കാര്യം ചെയ്തു. അവനെ അത്ഭുതകരമായിട്ട് ആ വെന്റിലേറ്ററിൽ നിന്ന് റിക്കവറായി, ICU ഇറങ്ങി, റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അവൻ നേരെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടുണ്ട് പറഞ്ഞു, അച്ചാച്ച ഒരു യോഗം നടത്തണം എൻ്റെ വീട്ടിൽ, അച്ചാച്ചൻ്റെ ഡേറ്റ് വേണം. എൻ്റെ ഡയറി എടുത്ത് നോക്കി അവൻ എൻ്റെ ഡേറ്റ് ഒരു യോഗം അവൻ്റെ വീട്ടിൽ വെച്ചു. ഒരു സന്ധ്യയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രിയരെ, ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക്, ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് എന്നതാ. ഞാൻ ചെന്നപ്പോൾ അവൻ്റെ മുറ്റത്ത് പന്തലിട്ടേക്കുന്നു, ഒരു കൺവെൻഷൻ പോലെ. റോഡ് മുതൽ ലൈറ്റ് ഇട്ടേക്കുന്നു, മൈക്കെല്ലാം വെച്ചേക്കുന്നു, ആളുകളെല്ലാം പാടുക നിൽക്കുന്നു, കൊയറെല്ലാം ഉണ്ട്. ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയപ്പോൾ അതിലും അത്ഭുതം, 10-250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. ആ അയൽവക്കക്കാർ മുഴുവൻ ജാതിമത ഭേദമന്യേ അവിടെ കൂടിയിട്ടുണ്ട്. അവൻ ഓരോ വീട്ടിലും പോയി വിളിച്ചു. ഈ സംഭവം പത്രത്തിലൊക്കെ വന്നായതുകൊണ്ട് എല്ലാവരും വന്നു. അന്ന് ഇവൻ എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ചാച്ചൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെ ഇന്ന് രാത്രി പ്രസംഗിക്കാവും. ഞാൻ ചോദിച്ചു, എന്താ പ്രസംഗിക്കേണ്ടത്? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, പക്ഷേ അത് യോഗം നടത്താനല്ല, എൻ്റെ ശവം കൊണ്ട് വെക്കാനായിരുന്നേനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പാട്ടുകാരെ പാടിയേനെ, പക്ഷേ ഈ പാട്ട്
പാട്ടല്ല, സാകെ അല്പം നേരം മാത്രം എന്നുള്ള സമയാമൻ്റകത്തിൽ പാടിയനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭക്ഷണം കൊടുത്തേനെ, പക്ഷേ ഈ ഭക്ഷണമല്ല, ഒന്നീ ബന്നിയും കാപ്പി അല്ലെ കഞ്ഞിയും പയറും മരണം വീട്ടിൽ കൊടുക്കുന്ന ഫുഡ് കൊടുത്തേനെ. എന്നാൽ ഇന്ന് പന്തലിട്ടത് സ്തോത്രത്തിനാണ്, ഇന്ന് കൊയറ് പാടുന്നത് സ്തുതിയുടെ പാട്ടുകളാണ്. ഇന്ന് പ്രിയരെ ഇവിടെ കൊടുക്കുന്നു ചിക്കൻ ബിരിയാണിയാണ്. കാരണം കൂടെ വിളിച്ച് പറയണം. എന്താ കാരണം? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഈ കൺവെൻഷൻ്റെ കടശ രാത്രി ഞാൻ പറയട്ടെ, ഈ കൺവെൻഷൻ മുഖാന്തരം ദേശത്ത് പോലും സംഭവിക്കാനുള്ള ദുരന്തങ്ങളെ ഒഴിച്ചുവിടുന്ന ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. ഈ ദേശത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച്, ഇവിടെയുള്ള ചുറ്റുപാടുള്ള സകല കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ മതത്തിൻ്റെ ആളല്ല, ഞാനൊരു മതത്തിൻ്റെ ആളല്ല. ഞാൻ യേശു കർത്താവിൻ്റെ ഒരു സാക്ഷി മാത്രമാണ്. ഈ എളിവൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായി യേശു. തലേ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റോഡേ നടന്നു വരികയാണ്. SLCയുടെ റിസൾട്ട്, അന്ന് SLC ആണ്, റിസൾട്ട് അറിഞ്ഞിട്ട് വരുന്ന അന്ന് നെറ്റില്ല. നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പോയിട്ടാണ് റിസൾട്ട് അറിയുന്നത്. അത് ഒരു 10-15 വർഷം കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. അത് റിസൾട്ട് അറിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ വരുന്നു. എൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുക. ഞാനപ്പോൾ അമ്മയോട് എടുത്തവായി പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനും എൻ്റെ കൂടെ 10-ലുണ്ടായിരുന്നു. അവന് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, എനിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് കുശുമ്പായതുകൊണ്ട് അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നു. എന്നടാ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അമ്മ ഇത് നല്ലതല്ലോ. എൻ്റെ അമ്മ ഉണ്ട് പറഞ്ഞിട്ട് മറുപടി ഉണ്ട്, എടാ അവൻ പഠിച്ചിട്ട് കിട്ടിയത്, അവൻ പുസ്തകം എപ്പോഴുമായിരുന്നു, നിനക്ക് ദൈവം തമ്പുരാൻ തന്നതാണ്, ഓസിന് കിട്ടിയതാ. നമ്മൾ ഈ ഉഴപ്പനായിരുന്നു. ലാസ്റ്റ് മൊമെൻ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മറ്റും ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ പഠിപ്പിച്ചിന് കിട്ടിയത് അവൻ പഠിച്ചത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയത് ദൈവം തമ്പുരാൻ ഗ്രേസാണ്. അപ്പോൾ അമ്മ പറയും. പിന്നെ ഞാൻ ചോദിച്ചാൽ അമ്മ എന്തിനാ വല്ലായിരിക്കുക? അറിയാൻ വയ്യട മോനെ, നിൻ്റെ മുമ്പിൽ എന്തോ വലിയൊരു അനർത്ഥം വരാൻ പോകുന്നു. അന്ന് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഒരു നൈറ്റി ഇട്ട് ഒരു കീറപ്പായിരുന്ന് കരയുന്ന ഒരമ്മ, രാത്രി മുഴുവൻ കരച്ചിൽ. പിറ്റേ ദിവസം ഒരു വെള്ളം പോലും കുടിക്കാതെ അമ്മ പായായിരിക്കുക. അന്ന് 5 മണിക്കാണ്, 6 മണിയോട് അടുത്തപ്പോഴാണ് എന്നെ കറണ്ടടിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അതിനൊരു 24 മണിക്കൂറല്ല, ഏകദേശം 48 മണിക്കൂർ മുമ്പ് ഒരമ്മ കരയാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ മരണം മാറിപ്പോവുകയാണ്. ഇന്ന് രാത്രി നിന്നെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയെ നഗരത്തിൻ്റെ തിരക്കുകൾക്കകത്ത് സമയമില്ലെന്ന് ആരും പറയരുത്. കഥദാസന്മാരെ, ഒരു പ്രേരണ തോന്നിയാൽ അന്നേരം ഉപവാസം പ്രഖ്യാപിക്കണം. അപ്പോൾ ആരോടും ചോദിക്കേണ്ട, ദൈവം പറഞ്ഞാൽ പ്രഖ്യാപിച്ചോണം. ആരുമില്ലെങ്കിലും ഇരിക്കണം. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെയുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുക. 2004 സമയങ്ങളിൽ ഒത്തിരി സംഭവങ്ങളുണ്ടായതിൽ ഒരു സംഭവം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. 3 മാസം പ്രായമായ കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ മടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു മാരുതി 800 ഓടിച്ചുകൊണ്ട് വരുന്നു. അതിന് നോൺ AC കാറ്, ഗ്ലാസ് എല്ലാം തത്തിട്ടിരിക്കുന്നു. അന്ന് സീറ്റ് ബെൽറ്റ് കമ്പൽസറി അല്ല. പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇച്ചിരി ഭാര്യ എൻ്റെ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇപ്പോൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ വട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഞാനിട്ടു. രസം തോന്നി. നീ അങ്ങനെ അവിടെ ഇരുന്നു, നല്ല രസം നിന്നെ ഇപ്പം ഇങ്ങനെ കാണാൻ. അങ്ങനെ ഇട്ടു. ഒരു 2 മണിക്കൂർ 2-3 കിലോമീറ്റർ മുമ്പോട്ട് പോയി. ഞാൻ ഈ എളിയവൻ ഉറങ്ങിയിട്ട് ആ സൈഡിൽ നിന്ന് ഒരു കുഴിക്കകത്ത് മറിഞ്ഞു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് കൊച്ചനങ്ങിയില്ല, അവിടെ ഇരുന്നു. എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ ഞങ്ങളെ പുറത്തിറക്കി, കാർ എടുത്തു. ഒരു കുഴപ്പം പറ്റാതെ ഞങ്ങൾ വീട്ടിൽ വന്നു. ചെറിയൊരു ഗ്ലാസ്സിന് സ്ക്രാച്ചസ്, അതിക്കുള്ളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നു പ്രിയനെ, ഞാൻ ഈ സാക്ഷ്യം സഭയിൽ പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, എത്ര മണിക്കായിരുന്നു മോനെ? ഞാൻ പറഞ്ഞൊരു 3:30 മണിയായി. ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ഒരു മിറ്റം തൂക്കാനിറങ്ങി. മിറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ടു, ചൂല് താഴെ ഇടുക, പ്രിൻസ് മാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് അവരെനിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കർത്താവ് പറയുന്ന സീറ്റ് പറ്റിടാൻ. ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. എന്ത് ശക്തി? ദൈവഹിതമല്ലാത്ത സകല മരണങ്ങളെ ഒഴിച്ചുവിടാനുള്ള ഒരു വലിയ ശക്തിയാണ് പ്രാർത്ഥന. മനസ്സിലാക്കുന്നവർ പോരാടാൻ തയ്യാറായിക്കണം. 2019 ആദ്യ മാസങ്ങൾ, 1 മാസം നമ്മളെ പിന്നിട്ടു. ഇനിയും വരുന്നു 11 മാസങ്ങൾ. ആർക്കും സഹിച്ചുകൂടാത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ പട്ടണവാസികളെ കർത്താവ് പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒഴിഞ്ഞു പോകാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ അവിടുത്തെ ഒരു ഘടകം, ഈ സംഭവിക്കാനുള്ള ഒഴിഞ്ഞു പോകണം വേണം. 2, മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ എന്താകണം? പ്രാപ്തരാകണം. ലോകം കാത്തു നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വരവ്. കർത്താവ് വരും, യാഥാർത്ഥ്യം. പക്ഷേ കർത്താവ് വരുമ്പോൾ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോൾ 2 പേര് തിരികല്ലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. 2 പേര് കട്ടിലേക്ക് കിടക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. എന്താ കാര്യം? എല്ലാ കട്ടിലേയും കിടക്കുന്നവർ 2 പേരും പോകത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം.
ഒരുങ്ങപ്പെട്ടവർ പോകും. അവിടെ വിടപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ഉണർന്ന് സമയം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോ പറ്റും? അതിൻ്റെ ജഡീകതകളെ ഉരുക്കിക്കളയുക, അതിൻ്റെ വല്ലായ്മകളെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നുള്ള ജയം തരും. ഇന്ന് രാത്രി പറയട്ടെ, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത ഒരു വലിയ യാഥാർത്ഥ്യം മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഏത് നിമിഷം തയ്യാറായിക്കണം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. രണ്ടാണെങ്കിലും മറ്റൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇന്ന് രാത്രി ഒരു കാര്യം അമിതമായി പ്രാർത്ഥിക്കുക. എത്ര പേർ പ്രാർത്ഥനയ്ക്ക് ഉറക്കം? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്തിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഒതുക്കിയിട്ട് കുടുംബങ്ങളിലേക്ക് ദുരന്തങ്ങളെ വരുത്തി വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിശാച് നിന്നെ ആദ്യം കെട്ടി നിൻ്റെ പ്രാർത്ഥനയെ കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ കൊച്ചു കെട്ടപ്പെട്ടത്. ഇന്ന് രാത്രി നിൻ്റെ കൊച്ചിൻ്റെ കെട്ടഴിയപ്പെടാൻ ഒരു വഴി. അമ്മേ, നിൻ്റെ പ്രാർത്ഥന ഉയരണം. പ്രിയപ്പെട്ടവനെ, നിൻ്റെ പ്രാർത്ഥന കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ വീടിനകത്ത് വല്ലാത്ത ബന്ധനങ്ങൾ കയറി വന്നത്. ഇന്ന് രാത്രി ആ ബന്ധനങ്ങൾ, പ്രാർത്ഥനയുടെ കെട്ടുകൾ അഴിഞ്ഞാൽ ഇന്ന് രാത്രി നിൻ്റെ വീടിനകത്തെ കെട്ടുകളെ അഴിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ, അധികാരത്തെ കർത്താവ് നിങ്ങൾക്ക് പകരപ്പെടുന്നുണ്ട്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടത്. ഞാൻ പറയുന്നത് വളരെ ശാന്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രി ആത്മാവ് ഈ വചനത്തെ ഇടിച്ചു കയറ്റുകയാണ്. മറക്കരുത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഒഴിഞ്ഞു പോകണം; രണ്ട്, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ നിൽക്കപ്പെടണം. വിടപ്പെടരുതേ. പേടിയോടാ ഞാനും പറയുന്നത്. കാരണം മറ്റൊരു ചാൻസ് ഇല്ലല്ലോ. മറ്റൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട്, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത വലിയ യാഥാർത്ഥ്യത്തിൽ വിടപ്പെടാതെ പോകണം. എല്ലാം നേടിയിട്ടും അവിടെ വിടപ്പെട്ടാൽ എന്താ കാര്യം? നോക്കൂ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിക്കണം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 22-ാമത് അധ്യായത്തിൻ്റെ 39 മുതൽ വാക്യങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ എവിടേക്ക് പോയി? ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. കർത്താവിൻ്റെ അന്ത്യ പ്രാർത്ഥന കാണുകയാണ്. പതിവ് പോലെ പുറപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യമാണ്. യേശു കർത്താവിൻ്റെ ഒരു പതിവ് സ്വഭാവമായിരുന്നു ഒലിവുമലയിൽ പോയി എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പ്രാർത്ഥന നിങ്ങളുടെ ഒരു സ്വഭാവമാണോ? പ്രാർത്ഥന നിങ്ങളുടെ പതിവൊരു സ്വഭാവമാണോ? ഞാൻ ഒരു വാക്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതല്ല, ആത്മാവിൽ ഇങ്ങനെ പുറപ്പെട്ടു പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഒരു പതിവ് സ്വഭാവമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: കുരിശ് നിങ്ങളെ തകർക്കാനാണെങ്കിലും അത് നിങ്ങളെ തകർക്കത്തില്ല. അത് നിങ്ങളുടെ ജയത്തിൻ്റെ മാർഗമായിട്ട് മാറും. തകർക്കാൻ ഉപയോഗിച്ചെടുത്ത് ജയമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വരാൻ പോകുന്ന കുരിശുകളെ കണ്ടുകൊണ്ട് തലേരാത്രി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഗതസമന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകണം. ഭാരതസഭയെ ഞാൻ ഇന്ന് രാത്രി ഉണർത്തുകയാണ്. വരാൻ പോകുന്ന വലിയൊരു കുരിശ് ഭാരതസഭയെ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന സഭ ഉണർന്നാൽ പലതിനെയും ആഘോഷമാക്കാൻ നമുക്ക് കഴിയും. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ പറയുക? ചിലത് വാളുപോലെ നമ്മുടെ നേരെ വരുന്നുണ്ട്. എന്നാൽ ആ വാള് കണ്ടുകൊണ്ട് ഇന്ന് രാത്രി പ്രത്യേകിച്ച് തെക്കനാട്ടിലുള്ള ദൈവമക്കളെ നെഞ്ചുപൊട്ടി നാളത്തെ വാളുകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വാളുകൾ നമ്മളെ ഒതുക്കത്തില്ലെന്ന് മാത്രമല്ല, ഞാനിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. കർത്താവ് കല്ലേറ് ദൂരം. കർത്താവ് എനിക്കൊരു ഉത്തരം തന്നു. എന്താണ് കല്ലേറ് ദൂരം? ഒരു ഫ്രൈസാണ്. നമ്മൾ പറയും ഒരു വണ്ടിപ്പാട് അകലം, ഒരു വാഴപ്പാട് അകലം എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഫ്രൈസാണ് കല്ലേറ് ദൂരം എന്ന് വെച്ചു. പക്ഷെ അതിനകത്തും കർത്താവ് എന്നോട് ദൂതം പറഞ്ഞു, കല്ലേറ് ദൂരത്തിനകത്തും വ്യത്യാസങ്ങളുണ്ട്. കല്ലേറ് ദൂരം ഒരു കല്ലെറിയാൻ നോക്കുന്ന ദൂരം, അതിനകത്തും വ്യത്യാസങ്ങളില്ലേ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തിട്ട് എറിയാൻ പറയുക, അവൻ ഇച്ചിരി ചെറിയ എറിയ. ഒരു വിറയ്ക്കുന്ന ഒരു അപ്പച്ചൻ, പാർക്കിൻസൺസ് ആണേ, അപ്പച്ചൻ്റെ കയ്യിലോട്ടൊരു കല്ല് കൊടുത്തേ എന്തോരം പോകും? ഇച്ചിരി പോകും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ്റെ കയ്യിലൊരു കല്ല് കൊടുത്തിട്ട് പറയാം എറിയാൻ, അതങ്ങ് ദൂരെ പോകും. അപ്പം കല്ലേറ് ദൂരം ആരുടെ ദൂരമാണ്? അവനവൻ്റെ ദൂരമാണ്. കർത്താവ് അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആരുടെ ദൂരത്തിൽ? കല്ലേറ് ദൂരത്തിൽ. അന്ന് രാത്രി വാങ്ങിപ്പോവുകയാണ്. ആ പീഡാസഹനം തുടങ്ങിയാണ്. പക്ഷേ ശിഷ്യന്മാർക്കൊരു ഉറപ്പ് കൊടുക്കുന്നു, എവിടെയുണ്ട് ഞാൻ? നീ ഉറങ്ങിയാലും നിന്റെ ദൂരത്ത് ഞാനുണ്ട്. കല്ലേറ് ദൂരം അവനവൻ്റെ ദൂരമാണെങ്കിൽ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, അവൻ നിന്റെ ദൂരത്തിലുള്ള കർത്താവാണ്. ഇന്ന് രാത്രി പറഞ്ഞ് യേശു എവിടെയുണ്ട്? എൻ്റെ ദൂരത്തുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. എല്ലാവരുടെയും ദൂരത്ത് ആരുണ്ട്? കർത്താവുണ്ട്. എന്തുകൊണ്ടാണ് അവൻ എല്ലാവരുടെയും ദൂരത്ത് വരാൻ ഒക്കുന്നത്? അവൻ എല്ലാം അറിഞ്ഞവനായതുകൊണ്ടാണ് അവൻ എല്ലാവരുടെയും ദൂരത്ത് വരാൻ ഒക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ മുമ്പേ പറഞ്ഞു പട്ടിണി അല്ലിന്ന് പ്രശ്നം. പക്ഷെ പട്ടിണിയും ഇന്നൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ബോർഡ് വെച്ചു, നല്ല സ്നേഹിതൻ, വിശക്കുന്നവന് അപ്പം, ദാഹിക്കുന്നതിന് വെള്ളം.
അങ്ങനെ വെച്ച പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രഹസ്യമായി വിളിക്കും, ഭക്ഷണം എത്തിക്കും. പക്ഷെ വിളിച്ചവരാരും പാവങ്ങളോ തൊഴിലാളികളോ അല്ല, വിളിച്ചതെല്ലാം വലിയ വലിയ വീട്ടുകാരാ. അവർക്ക് വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, പക്ഷേ അകത്ത് പട്ടിണിയാണ്. ഇരക്കാൻ അറിയില്ല, മോഷ്ടിക്കാനും അറിയില്ല. ഒന്നറിയാം, പട്ടിണി അടക്കാൻ അറിയാം. പലരും വിളിച്ചു ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പം കണ്ണു തിളങ്ങുന്ന സാക്ഷ്യങ്ങൾ, കണ്ണു നിറഞ്ഞ സാക്ഷ്യങ്ങൾ. കാരണം ഇരക്കാൻ മാനം സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഈ എളിവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയരെ, കണ്ടിട്ടുകൊണ്ട് കേട്ടോ, യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇതൊക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വിശക്കുന്നവൻ്റെ ദൂരത്തിൽ ഇന്നും ഒരാൾ വരും. അവൻ്റെ പേര് അപ്പമായി വരും. അവൻ്റെ പേര് യേശു എന്ന. എന്തുകൊണ്ട് അവൻ ഈ വിശക്കുന്നവൻ്റെ ദൂരത്ത് വരാൻ കഴിയുന്നത്? ഒരു മനുഷ്യൻ്റെ വിശപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തി ആ ചെറുപ്പത്തിൻ്റെ ശക്തിയല്ലേ. ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ ഇഷ്ടം പോലെ നടത്തുന്നവരാ. ഞാൻ പറയും, കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ശ്രമദാനമൊക്കെ നടത്താൻ പോകുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ എല്ലാം വിളിച്ചുകൊണ്ട് പോകും. എൻ്റെ കൂടെ ഒരു സമയത്ത് ഒത്തിരി പിള്ളേർ താമസം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഈ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 10-15 പിള്ളേർ ഒരേ സമയം താമസിച്ച ഒരു സമയങ്ങളുണ്ട്. പിന്നെ എല്ലാം ചെറുപ്പക്കാർ പാർഷന്മാരായിരുന്നു. ഇപ്പോൾ ഇച്ചിട്ടൊക്കെ വ്യത്യാസമായി. പക്ഷേ അന്ന് ഒരുപാട് പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയം ഞാനിവരെ എല്ലാം വിളിക്കും. എടാ പോയേക്കാം, എന്തിനാ കൺവെൻഷൻ നോട്ടീസ് ഒട്ടിക്കുക, അല്ലെ എവിടെയെങ്കിലും വീട് പണിയാൻ ശ്രമദാനത്തിനൊക്കെ അങ്ങ് പോകുമ്പോൾ 2-3 ജീപ്പിലൊക്കെ ആൾ നിറച്ചങ്ങ് പോകും. ഇവരൊറ്റക്കാരി എൻ്റെ പറയത്തുള്ളൂ, അച്ചാച്ചാ കൂടെ വരാം, പക്ഷേ തിരിച്ച് വരുമ്പോൾ ചിലവ് ചെയ്യണം. അച്ചാച്ചാ ചിലവ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോകണം? 5 സ്റ്റാറിലൊന്നും കൊണ്ടുപോകണ്ട, 5 സ്റ്റാർ തട്ടുകടയിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ തട്ടുകടയുണ്ട്. രാത്രി വെളുപ്പും തട്ടുകട. ഈ തട്ടുകട ചെന്നാൽ എന്തോ കിട്ടും? ചൂട് ദോശ കിട്ടും, പിന്നെ നല്ല ഓംലെറ്റ് ബുൾസയെ കിട്ടും. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. 25 ദോശ, 4 ഡബിൾ ബുൾസി, ഡബിളാണേ. എന്നിട്ടും പറയുകയാണ് ഒരു സിംഗിളൂടെ അടിക്കാൻ. അപ്പോൾ അവൻ്റെ കണ്ണ് തള്ളുന്നത്. ഞാൻ പറഞ്ഞു, കൊട്ടുക്ക്, അവൻ്റെ പ്രായമല്ലേ, ഈ പ്രായത്തിലേ കഴിക്കത്തുള്ളൂ. ഇത് കേട്ടിട്ട് അച്ഛൻ പോയി 4 ഡബിൾ അടിക്കരുത്, ചത്തുപോകും. പക്ഷേ ഇത് പ്രായത്തിൽ കഴിക്കുക. ഏത് പ്രായം? ഒരു 10, ഏത് പ്രായത്തിൽ ഇതൊക്കെ കഴിക്കുക? 28-30 ആ പ്രായം. ആ പ്രായത്തിൽ കല്ല് തിന്നാലും നമ്മൾ പറയും എന്ത് ചെയ്യും? ദഹിക്കും. ഈ പ്രായമുള്ള ഒരു മനുഷ്യന് കഴിക്കുന്ന പ്രായമാണ് ചെറുപ്പക്കാരൻ്റെ കഴിപ്പ്. അവരാ ഈ രാത്രിയിലൊക്കെ കറങ്ങി നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രായത്തിൽ ഒരാളെ ഞാൻ കണ്ടു. 30 വയസ്സിൽ അങ്ങേര് 40 ദിവസം ഉപവാസം ഇരുന്നു. മറ്റാരുമല്ല, എൻ്റെ യേശുവാണ്. 30ാമത്തെ വയസ്സിൽ 40 ദിവസം ഉപവാസം ഇരുന്നു. ഞാനും ഇരുന്നിട്ടുണ്ട്. ആ പ്രായത്തിൽ 40 ഭയങ്കര പാടാണ്. കുറേ കഴിയുമ്പോൾ വയറ് കത്താൻ തുടങ്ങും. പിന്നെ കുടലെല്ലാം അങ്ങ് ചുരുങ്ങും. പിന്നെ അങ്ങ് പരവേശമായിരിക്കും. എന്നാലും അമ്മമാർ കൂടെ നടക്കും. മോനെ ചായ വേണോടാ, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണേ മക്കളെ, നാരങ്ങാ വെള്ളം. പിന്നെ ഇത് എല്ലാം വെള്ളം കുടിച്ച് കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ശരീരത്തിന് വെള്ളം ആവശ്യമല്ലേ. ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷേ ഈ 40കാരന് വെള്ളമൊന്നും കൊടുക്കാൻ മരുഭൂമിയിൽ ആരുണ്ടോ? ആരെയില്ല. 40 ഇരുന്ന് എഴുന്നേൽക്കുമ്പം ഞങ്ങൾക്കൊക്കെ നല്ല കഞ്ഞി വേവിച്ച് തരും. എന്നിട്ട് പറയും, ഇച്ചിരി കഞ്ഞി കുടിച്ചോണം. എന്താ കാര്യം? കുടലെല്ലാം ചുരുങ്ങിപ്പോവും. വികസിച്ച് വരണമെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കണം. വല്ലാത്ത ഒരു ആദിയും വ്യാധിയൊക്കെ ആ സമയം ആണല്ലോ. ആണോ? ഞാൻ എത്ര പേർക്ക് 40 കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കുടിക്കുമ്പം വിഷമമൊന്നും ഉണ്ടാകാതിരിക്കാൻ. പക്ഷേ ഈ യേശു കർത്താവ് മനുഷ്യത്വത്തിൽ 30ാമത്തെ വയസ്സിൽ 40 ഇരുന്ന് എഴുന്നേറ്റപ്പോൾ ഒരമ്മയും കഞ്ഞിയും കൊണ്ടില്ലായിരുന്നു. ഒരമ്മയും ഒരു നേതാവും നാരങ്ങാവെള്ളം കൊടുത്ത്, നാരങ്ങാനീര് കൊടുത്ത് അവൻ്റെ ഉപവാസം അവസാനിപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് നടുക്കിൽ ഒരു നേതാവില്ലായിരുന്നു. മരുഭൂമിയിലെ ദൈവകുമാരൻ. അപ്പം പിശാചു എന്ന് പറഞ്ഞു, എന്താടാ നിനക്ക് വിശക്കുന്നുണ്ടോ? പിടിച്ചോ, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. 40 ഇരുന്നവൻ കഞ്ഞി തിന്നാൽ ദഹിക്കത്തില്ല. അവന് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കത്തില്ല. അതുകൊണ്ട് ഇന്നും ഒരു പ്രത്യേകതയുണ്ട്. വിശക്കുന്നവൻ വിശക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ദൂരത്തിൽ അവൻ വരും. കാരണം അവൻ വിശന്നവനായതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ അവന് മാറി നിൽക്കാൻ കഴിയത്തില്ല. എത്ര ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് വിശന്നപ്പം ബന്ന് കാക്ക കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പിപ്പാഷൊക്കെ പറയുന്ന സാക്ഷ്യങ്ങളാണ്. മിഷണറിമാർ പറഞ്ഞിട്ടുണ്ട്, എലി സവാള കൊണ്ടിട്ട് കൊടുത്തെന്ന്. കേറ്ററിംഗാരുടെ വണ്ടി പടിക്ക് വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയത്. ഇതൊക്കെ എന്താ കാര്യം? അകത്തെ പിള്ളങ്ങൾ വിശന്നപ്പം കണ്ണീര് കൊണ്ട് മേപ്പോട്ട് ഉയർന്നപ്പം അവൻ്റെ മുമ്പിൽ അവൻ അപ്പമാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ വിശന്നവനായതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും. അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ്റെ കല്ലേറ് ദൂരത്ത് വരും. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. കൊടുക്കുന്നവൻ പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. നാട്ടിൽ ചിലവുണ്ട്, ചൊല്ലല്ലേ, പണം ഇല്ലാത്തവൻ പിണമാണ്. സത്യമാണേ, പണം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. പണമില്ലാത്ത സഹോദരന്മാർ, എല്ലാവർക്കും പണം ഉണ്ടെങ്കിൽ ഒരാൾക്കില്ലെങ്കിൽ അവനോട് നിന്നയാണ്. കല്യാണത്തിന് ചിലപ്പം വിളിക്കത്തില്ല, അല്ലെ ഒരു നാമധേയത്തിന് വിളിക്കും. എല്ലാവരും ഈ ഇരിപ്പ് നിരപ്പിലാണ് പോക്കുന്നത്. ഇവനും ഒറ്റപ്പെടും. കാരണം അവൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട്.
അപ്പോൾ ഈ പൈസ ഇല്ലാത്തവൻ്റെ ദുഃഖം ഭയങ്കര ദുഃഖമാണ്. അവനോട് പറയും മേടിച്ചാൽ അവൻ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അവനെ കാണുമ്പോൾ ആരും കൊടുക്കത്തില്ല. എനിക്കൊരു രസം ഉണ്ടായി പ്രിയരെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടി, എനിക്ക് കൊച്ചി വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അവൻ്റെ കട അവന് വരുന്ന. അച്ഛാ എനിക്ക് ഇച്ചിരി പൈസ വേണം. ഞാൻ പറഞ്ഞേടാ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം പറഞ്ഞു അച്ഛൻ എന്നെ ഒരു കാര്യത്തിൽ സഹായിക്കാനൊക്കെ. എന്നയുടെ മക്കളെ ഇന്ന ഇടയിൽ പൈസയുണ്ട്, അയാൾ പൈസ കൊടുക്കും, പക്ഷെ ഞാൻ ചോദിച്ചാൽ കൊടുക്കത്തില്ല, കാരണം ഞാൻ നിങ്ങൾ തരാത്തനല്ലേ. അച്ഛൻ ചെന്ന് ചോദിച്ചാൽ തരും, പക്ഷേ എനിക്കാന്ന് പറയരുത്. അച്ഛനാന്ന് പറഞ്ഞു മേടിക്കണം. ഞാൻ പറഞ്ഞിടാ മേടിക്കാം, പക്ഷെ ഒരു കാര്യം നീ എന്ന് കൊടുക്കും. അവന് കൃത്യമായിട്ട് കണക്കിട്ട് പറഞ്ഞ് ഇന്ന ദിവസം കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ ചെയ്തു. അപ്പം എനിക്കൊരു സംശയം, ഇവൻ ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ കൊടുക്കുമോ? ഞാനവനെ വിളിച്ച് ചോദിച്ചേട്ടാ ഇന്ന ദിവസം നീ കൊടുക്കുമെന്ന് പറഞ്ഞു, നീ എങ്ങനെ കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്? അപ്പോൾ അവനോട് തിരിച്ച് ചോദിച്ചു, അച്ഛാ കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? അച്ഛാ കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? ഇല്ല. ഒരു ഡേറ്റ് അങ്ങ് പറയച്ചാ, അതങ്ങ് തരും. ഇവനെ മേടിച്ചാൽ കൊടുക്കത്തില്ല. അതുകൊണ്ട് അവനോട് എല്ലാവർക്കും നിന്നയാ, ഭാര്യ വീട്ടുകാർക്കും നിന്നയാ, സഹോദരന്മാർക്കും നിന്നയാ. കടക്കാരനല്ലേ, ഐറ്റപ്പഴയാ, ഗതി പിടിക്കാത്തവന്. പക്ഷെ ഇവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും. എന്നാ കാര്യം എന്നറിയാമോ? കരമടയ്ക്കാൻ 10 ദിവസം ഒന്ന് ഉറപ്പിച്ചു. ഇന്നത്തെ കറണ്ട് ബില്ല് പോലും കൊടുത്താൽ മതി, കരമടയ്ക്കണ്ടേ, നാളെ ഫീസ് വരും. വിശു പറഞ്ഞ് എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചൂണ്ട എടുത്തുകൊണ്ട് പോകും, മീൻ പിടിക്കുക. നിൻ്റെ കയ്യിലൊരു ചൂണ്ടയിൽ ഒരു മീൻ കുരുങ്ങും. ആ കുരുങ്ങുന്ന ചൂണ്ടയുടെ മീനിൻ്റെ വായിൽ ബ്രഹ്മപ്പണം കാണും, ചതുരബ്രഹ്മപ്പണം എടുത്തുകൊണ്ട് കൊടുത്തോ. അവൻ്റെ കരമടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നും ബുദ്ധിമുട്ടുന്നവൻ്റെ മുമ്പിൽ അവന് വരാതിരിക്കാനൊക്കത്തില്ല. അതെൻ്റെ അനുഭവം. വല്ലാതെ പ്രതിസന്ധിയിൽ അവൻ എനിക്ക് എൻ്റെ ദൂരത്തിൽ അവൻ പണവുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോ അനുഭവം? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്താ കാര്യം? അവനത് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. കാരണം അവൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു യേശുവാ, അല്ലേ? ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു യേശുവാ.